ലോക ഭൂപടത്തിൽ ഒരു ചെറിയ വര പോലെ കാണപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ സാമ്പത്തിക ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്ന ധമനിയാണ്. ഒരു വശത്ത് പേർഷ്യൻ ഗൾഫും മറുവശത്ത് ഒമാൻ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ആഗോള എണ്ണ വിപണിയുടെ ഏറ്റവും നിർണായകമായ കവാടമാണ്. ഈ ജലപാതയിലൂടെ ദിവസേന കടന്നു പോകുന്ന കോടിക്കണക്കിന് ബാരൽ എണ്ണയാണ് ലോകത്തെ പല വൻശക്തികളുടെയും വ്യവസായശാലകളെയും വാഹനങ്ങളെയും ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഓരോ സൈനിക നീക്കവും ഈ മേഖലയിൽ ഓരോ താവളവും ലോകരാഷ്ട്രങ്ങൾ അത്യധികം ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് ഏകദേശം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഭാഗങ്ങളുണ്ട്. ഇതിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പാതയ്ക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് വീതി. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയത്തിന്റെ 20 മുതൽ 30% വരെ ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാന കയറ്റുമതി പാതയാണിത്. ഈ പാതയിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടാൽ പോലും ആഗോള എണ്ണവില കുതിച്ചുയരും. ഇത് അമേരിക്ക, യൂറോപ്പ്, ചൈന തുടങ്ങിയ വൻശക്തികളുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഈ ഒരു തന്ത്രപ്രധാനമായ മുൻതൂക്കമാണ് ഇറാൻ എന്ന രാഷ്ട്രത്തെ ലോകശക്തികൾക്ക് മുന്നിൽ ഭയരഹിതമായി നിലകൊള്ളാൻ സഹായിക്കുന്നത്. ഇറാന്റെ സമുദ്ര പ്രതിരോധത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ബദർ അബ്ബാസ്. ഹോർമുസ് കടലിടുക്കിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം കേവലം ഒരു വാണിജ്യ കേന്ദ്രമല്ല. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നാവിക വിഭാഗം ഇവിടെയാണ് താവളമടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീമൻ വിമാനവാഹിനി കപ്പലുകളെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് ചെറു കപ്പലുകളുടെയും സ്പീഡ് ബോട്ടുകളുടെയും വലിയൊരു ശൃംഖലയാണ്. ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവയ്ക്ക് മിസൈലുകൾ വഹിക്കാനും അതിവേഗത്തിൽ ആക്രമണം നടത്തി പിൻവാങ്ങാനും സാധിക്കും. ഇറാന്റെ പക്കലുള്ള കിലോ ക്ലാസ് അന്തർവാഹിനികൾ ഈ ആഴം കുറഞ്ഞ കടലിടുക്കിൽ നിശബ്ദമായി ഒളിച്ചിരിക്കാൻ ശേഷിയുള്ളവയാണ്. കടലിനടിയിലൂടെയുള്ള ഈ ഭീഷണി ശത്രുക്കളുടെ നാവിക വ്യൂഹത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇറാന്റെ അസംസ്കൃത എണ്ണയുടെ സിംഹഭാഗവും ലോകത്തിന് നൽകുന്നത് ഗാർക്ക് ദ്വീപിലെ ടെർമിനലിലൂടെയാണ്. ഇതിനെ ഇറാന്റെ സാമ്പത്തിക ജീവരേഖ എന്ന് വിളിക്കാം. പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിനെ തകർക്കുക എന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിൽ തുല്യമാണ്. ഈ ദ്വീപിന് ചുറ്റും അതിശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ കവചങ്ങളും ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. ശത്രു രാജ്യങ്ങൾ ഗാർക്ക് ദ്വീപിനെ ലക്ഷ്യം വെച്ചാൽ തിരിച്ചടിയായി ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണി ഇറാൻ എപ്പോഴും ഉയർത്താറുണ്ട്. ഇറാന്റെ ആണവ നിലയങ്ങൾ എപ്പോഴും ലോക ശ്രദ്ധയുടെ കേന്ദ്രമാണ്. ഇവയെ കേവലം ഊർജ്ജ നിലയങ്ങളായല്ല, മറിച്ച് ഇറാന്റെ പരമാധികാരത്തിന്റെ അടയാളങ്ങളായാണ് ഇറാൻ കാണുന്നത്. പേർഷ്യൻ ഗൾഫ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബുഷർ റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതാണ്. തീരപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള സൈനിക നീക്കം വലിയൊരു പരിസ്ഥിതി ദുരന്തത്തിനും കാരണമായേക്കാം. ഇത് ഗൾഫ് രാജ്യങ്ങളെയും കടൽ ജീവജാലങ്ങളെയും ബാധിക്കുമെന്നതിനാൽ ബുഷേറിന് നേരെ ഒരു ആക്രമണം നടത്താൻ ഏത് രാജ്യവും 100 തവണ ചിന്തിക്കും. ഇറാന്റെ ഉൾനാടൻ പ്രദേശമായ ഇസ്ഫഹാനിലെ ഈ കേന്ദ്രം ആണവ പദ്ധതിയുടെ ലോജിസ്റ്റിക് ഹബ്ബാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഇവിടെയാണ് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ആക്രമണങ്ങളിൽ നിന്നും ഇതിനെ ഒരു പരിധിവരെ സംരക്ഷിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതിയിലെ ഏറ്റവും സുരക്ഷിതമായ രഹസ്യം നടൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണശാലയാണ്. ആധുനിക മിസൈലുകൾക്കോ ബോംബുകൾക്കോ തകർക്കാൻ കഴിയാത്ത വിധം കിലോമീറ്ററുകളോളം ആഴത്തിൽ കോൺക്രീറ്റ് പാളികൾക്കുള്ളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും പലതവണ സൈബർ ആക്രമണങ്ങളുടെയും മറ്റും ഇത് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ ഇത് വീണ്ടും കൂടുതൽ ശക്തിയോടെ പുനർനിർമ്മിച്ചു. തെക്കൻ ഇറാനിലെ പ്രധാന വ്യോമ കേന്ദ്രമാണ് ഷിറാസ് വ്യോമതാവളം. ഇവിടെ പോർവിമാനങ്ങൾ പേർഷ്യൻ ഗൾഫിലെ ഏത് അടിയന്തര സാഹചര്യത്തിലും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ സജ്ജമാണ്. ടെഹ്റാനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ഇറാന്റെ മിസൈൽ ഗവേഷണങ്ങളുടെയും റോക്കറ്റ് പരീക്ഷണങ്ങളുടെയും ഇറ്റില്ലമാണ്. ബാഹ്യസഹായം ഇല്ലാതെ തന്നെ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളുടെ പ്രതീകമാണ് പാർച്ചിൻ. ഇറാന്റെ ശക്തി എന്നത് ഈ കേന്ദ്രങ്ങൾ ഓരോന്നുമല്ല, മറിച്ച് ഇവയെല്ലാം ചേർന്ന് രൂപപ്പെടുന്ന ഒരു ശൃംഖലയാണ്. ഒരു കേന്ദ്രം ആക്രമിക്കപ്പെട്ടാൽ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നും പ്രത്യാക്രമണം നടത്താൻ സാധിക്കുന്ന വിധത്തിലാണ് ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത്. സമീപകാലത്ത് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഡ്രോണുകൾ യുദ്ധമുഖത്തെ പുതിയ യാഥാർത്ഥ്യമാണ്. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലും മറ്റും ഇറാന്റെ ഡ്രോണുകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾ ഇറാന്റെ ആയുധ ശേഖരത്തിലുണ്ട്. ഇത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇറാന്റെ ഈ പ്രതിരോധ വ്യൂഹം ലോകരാഷ്ട്രങ്ങൾക്ക് നൽകുന്ന സന്ദേശവും ലളിതമാണ്. ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ ലോകം മുഴുവൻ അതിന്റെ വില നൽകേണ്ടി വരും. ഊർജ്ജ സുരക്ഷയും ആഗോള സാമ്പത്തിക ഭദ്രതയും ഇറാന്റെ ഈ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സംഘർഷങ്ങൾ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ലോകത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇറാന്റെ ഓരോ നാവിക താവളവും ആണവ നിലയവും ആ രാജ്യത്തിന്റെ അതിജീവനത്തിലുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തയ്യാറെടുപ്പുകളുടെ ഫലമാണ്. ഇവയെ സൈനികമായി നേരിടുക എന്നത് ലോകത്തിന് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക പരിസ്ഥിതി ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് ഏക പരിഹാരം.